പഞ്ചാരമണലിൽ വെണ്മയേറുന്ന ശില്പങ്ങൾ തീർത്ത് കാണികളുടെ മനം കവരുകയാണ് ആലപ്പുഴയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മണൽ ശില്പോത്സവം. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ പോലെ നയനമനോഹാരിതമാണ് മണലിന്റെ സൗന്ദര്യത്താൽ വിരിഞ്ഞ രൂപങ്ങൾ. ഇരുമ്പിന്റെ അംശം കുറവുള്ള ആലപ്പുഴയുടെ ചുരിമണലിനെ വളരെ പ്രയാസപ്പെട്ട് ശില്പി തന്റെ കൈപ്പിടിയിലൊതുക്കി മണൽത്തിട്ടയാവുന്ന ക്യാൻവാസിൽ ഭാവനയുടെ ചിറകു വിരിച്ചപ്പോൾ സൗന്ദര്യശില്പങ്ങൾ പിറവിയെടുത്തു. മണ്ണിൽ വിരിഞ്ഞ ശില്പങ്ങൾക്ക് സമകാലികതയുടെ മുഖവും കൂടിയായപ്പോൾ അവയ്ക്ക് പ്രസക്തിയേറി. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ ശില്പം സ്ത്രീയെ മാംസച്ചരക്കാക്കി കാണുന്ന സമൂഹത്തിന്റെ വികൃതമുഖം വരച്ചുകാട്ടുന്നു. സ്ത്രീയിൽ നിന്ന് ഉരുവെടുത്ത മനുഷ്യൻ പിന്നീട് അവളെ കാമദാഹത്തോടെ നോക്കുന്നതും സമൂഹത്തിൽ സ്ത്രീകൾ അവഗണിക്കുന്നതും അവഹേളനങ്ങൾ ഏറ്റുവാങ്ങുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. പുരുഷനായ സ്ത്രീയായാലും ഒരു സ്ത്രീവർഗമായ മാതാവിൻ്റെ വയറ്റിൽ നിന്നാണ് നമുക്ക് ജന്മം ഉണ്ടാവുന്നത്. പക്ഷേ ആ വർഗത്തിനെതിരെ തന്നെ പിന്നീട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ മറന്നു പോകുന്നു. അത് വെറൊരു മാംസമായിട്ട് കണ്ടിട്ട് അവരുടെ ചിന്തകളും അവരുടെ വേദനകളും അവരുടെ ഫീലിങ്സും ഒന്നും മനസ്സിലാക്കാണ്ട് പ്രവർത്തിക്കുന്ന ആ ചിന്താഗതിനെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാലിക പ്രസക്തിയുള്ള ശില്പങ്ങൾക്കൊപ്പം പുരാണത്തിലെ അങ്കനമാരും ഇന്ത്യൻ സ്ത്രീ സൗന്ദര്യവും ഗണപതി ശയനവും ഒപ്പം ഫാന്റസി കലർന്ന ശില്പങ്ങളും വരെ മണൽ ശില്പോത്സവത്തിലെ വിഷയങ്ങളാണ്. ആലപ്പുഴ കടപ്പുറത്ത് വിദേശികളും സ്വദേശികളും അടക്കമുള്ള കലാകാരന്മാർ മണ്ണിൽ വരയുടെ അഴകുവിടർത്തുകയാണ്. KTDCയും സംസ്ഥാന ടൂറിസം വകുപ്പും സാഫ ഫൗണ്ടേഷനും സംയുക്തമായാണ് മത്സരം എന്ന നിലയിൽ അന്താരാഷ്ട്ര മണൽ ശില്പോത്സവം സംഘടിപ്പിച്ചത്. 10 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉക്രൈനിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നുമുള്ള 2 വിദേശികളും ഒഡീഷ, തമിഴ്നാട്, ഹൈദരാബാദ് എന്നീ അന്യസംസ്ഥാനക്കാരും ഒപ്പം കേരളത്തിലെ 4 ഫൈൻ ആർട്സ് കോളേജുകളിൽ നിന്നുള്ള കലാകാരന്മാരുമാണ് മണൽ ശില്പോത്സവത്തിലെ മത്സരാർത്ഥികൾ. ഇരുമ്പ് താരതമ്യേന കുറഞ്ഞ ആലപ്പുഴയുടെ ചുരിമണലിൽ ശില്പങ്ങൾ വിരിയിക്കുക എന്നത് സംഘാടകർക്ക് പോലും ആശങ്കാജനകമായിരുന്നു. എന്നാൽ ആശങ്കകൾക്കൊക്കെയും അറുതി വരുത്തിയിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനം. വരും വർഷങ്ങളിൽ സർക്കാരുമായി സഹകരിച്ച മണൽ ശില്പോത്സവ മേള വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. KTDC 15 ലക്ഷം രൂപ അടുത്ത വർഷം ധനസഹായമായി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. സാഫ സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ ആലപ്പി എന്ന് പറയുന്ന ഈ ഒരു മണൽ ശില്പങ്ങളുടെ മത്സരവും അതുപോലെ തന്നെ ജനങ്ങൾക്കായി ഒരുക്കിയ പ്രദർശനവും വളരെയധികം വിജയകരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത്, പ്രത്യേകിച്ച് കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ ആദ്യമായിട്ട് നടക്കുന്ന ഇങ്ങനൊരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനൊരു മത്സരവും പ്രദർശനവും ഒരിക്കലും ജനങ്ങൾ തീർച്ചയായിട്ടും 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇരിക്കുകയാണ്. കാരണം ഇത് ഈ ഒരു ആലപ്പുഴ എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരെ ആൾക്കാർ ഇത് അറിഞ്ഞ് പ്രേക്ഷകർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് കൊണ്ട് തന്നെ നമ്മൾ 26-ാം തീയതി വരെ വിചാരിച്ചിരുന്ന ഈ പ്രോജക്റ്റ് ചിലപ്പോൾ ഇത് പ്രേക്ഷകരുടെ ഒരു ഇതും കൂടെ മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു 3-4 ദിവസം കൂടെ, അതായത് ഈ സ്കൾപ്ചറുകളുടെ ഒരു എക്സിസ്റ്റൻസ് എത്രമാത്രം ഉണ്ടോ അത്രയും ദിവസം കൂടെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏപ്രിൽ 26-ന് മേളയുടെ ഔദ്യോഗിക സമാപനമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിലും ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയും പ്രോത്സാഹനവും മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞതിനാൽ മണൽ ശില്പോത്സവം പറഞ്ഞതിലും 3 ദിവസം കൂടി നീട്ടുമെന്നും സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര മണൽ ശില്പോത്സവമായ സാൻഫെസ്റ്റ് സമാപിക്കുമ്പോൾ ആദ്യത്തെ ആലപ്പുഴ രാജ്യാന്തര മണൽ ശില്പോത്സവത്തിന് ചരിത്രത്തിൽ ആശങ്കകളേതുമില്ലാതെ വിജയത്തിന്റെ പൊന്നിൻ തിളക്കമെന്ന് അഭിമാനത്തോടെ പറയാം.